ഞാൻ നിങ്ങളുടെ സ്വന്തം രചനാമേസ്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് 6 മാർക്കിന് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളുമാണ്. അപ്പൊ 12 മാർക്ക് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉറപ്പ് വരുത്താം. അപ്പൊ എല്ലാവരും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് എസ്സേ വരാൻ സാധ്യതയുള്ള പാഠങ്ങൾ എന്ന് പറയുന്നത് 1, 2 മത്സ്യങ്ങൾ, രണ്ടാമത് കിട്ടും പണമെങ്കിൽ ഇപ്പോൾ, മൂന്നാമത്തേത് തേൻകനിയിൽ നിന്നും കഥാപാത്ര നിരൂപണം. ഈ രീതിക്കാണ് ചോദ്യം വരിക. 2 മത്സ്യങ്ങളിൽ നിന്ന് നമുക്ക് കഥയുടെ ആസ്വാദനം ചോദിക്കാം. അതുപോലെ തന്നെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചതുകൊണ്ട് ഒരു ഉപന്യാസം, മുഖപ്രസംഗം, പ്രഭാഷണം, ഇതൊക്കെ നമുക്ക് ഏതിൽ നിന്ന് പ്രതീക്ഷിക്കാം? നമ്മുടെ 6 മാർക്കിന് 2 മത്സ്യങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി കിട്ടും പണമെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ മനുഷ്യന്റെ ആർത്തി, അന്നത്തേതും ഇന്നത്തെയുമായിട്ടുള്ള സാമൂഹിക അവസ്ഥകൾ എങ്ങനെയാണ്, കുഞ്ചൻ നമ്പ്യാർ അന്ന് പറഞ്ഞ അതേ അവസ്ഥ തന്നെ നമ്മുടെ ഇന്നത്തെ സമകാലിക കേരളത്തിലും അല്ലെങ്കിൽ സമകാലിക സമൂഹത്തിലും നിലനിൽക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് 6 മാർക്കിന് പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ അതെങ്ങനെ എഴുതണമെന്ന് മിസ് പറഞ്ഞുതരാം. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയവരുണ്ടെങ്കിൽ ചെയ്തു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ലൈവില് തകർത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. എന്നാലും നമുക്ക് കോണ്ടന്റ് വീഡിയോ ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതുകൊണ്ടാണ് മിസ് ഇത് കോണ്ടന്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. 2 മത്സ്യങ്ങളിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പരിസ്ഥിതിക്ക് മേൽ മനുഷ്യൻ നടത്തുന്ന കടന്നുകയറ്റം, അതുപോലെ തന്നെ കുറച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട് അല്ലെ, പാഠഭാഗത്തിൽ നിന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. അപ്പൊ അതൊന്ന് നിങ്ങൾ എന്തായാലും ആലോചിച്ച് വെക്കണം. ഇതൊക്കെ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യൻ പ്രകൃതിക്ക് മേൽ ഏൽപ്പിക്കുന്ന ആഘാതം എത്രത്തോളമാണ് എന്നതിലൊരു മുഖപ്രസംഗം ഒക്കെ ആയിരിക്കും തയ്യാറാക്കാൻ പറയുക. അപ്പൊ മുഖപ്രസംഗം അല്ലെങ്കിൽ മുഖപ്രസംഗം ഓർ നമ്മളോട് ഉപന്യാസം തയ്യാറാക്കാൻ പറഞ്ഞാൽ, ഉപന്യാസം എന്ന് പറയുന്നതാണെങ്കിലും മുഖപ്രസംഗത്തിലാണെങ്കിലും തലക്കെട്ട് നിർബന്ധമാണ്. ഇപ്പൊ കരുതാം നാളേക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്താണ് തണലാകാം, അങ്ങനെ എന്തെങ്കിലും നല്ലൊരു തലക്കെട്ട് കൊടുത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് എഴുതാൻ വേണ്ടിയിട്ട്, മുഖപ്രസംഗം ഉപന്യാസം എഴുതാൻ വേണ്ടിയിട്ട്. ഉപന്യാസമാണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 2-3 പാരഗ്രാഫോളം എഴുതണം. ഇന്നത്തെ വിഷയത്തിനുള്ള പ്രാധാന്യം ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അത് വിശദീകരണങ്ങൾ നൽകണം. മുഖപ്രസംഗം അതിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഇത് പത്രത്തിൽ വരുന്ന വാർത്തയാണ്. അപ്പൊ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളമാണ്. അതുപോലെ തന്നെ ഇത്രയും കാലമുള്ള ഒരു 2018 ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, 2024 ആയപ്പോൾ ഇത്തരം അല്ലെ നമ്മൾ പ്രകൃതി ദുരന്തങ്ങൾ ഒരുപാട് അനുഭവിച്ചു. അപ്പൊ ഇതിനൊക്കെ കാരണം എന്താണ്? മനുഷ്യൻ പ്രകൃതിക്ക് മേൽ ഏൽപ്പിക്കുന്ന ആഘാതമാണ്. ഇത്തരത്തിലുള്ള വസ്തുതാപരമായിട്ടുള്ള സ്ഥിതി വിവരണ കണക്കുകളൊക്കെ ചേർത്തുകൊണ്ടായിരിക്കണം മുഖപ്രസംഗം നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മുഖപ്രസംഗം തയ്യാറാക്കാം, അതിന്റെ ഒരു മോഡൽ നോക്കാം. അപ്പൊ നല്ലൊരു തലക്കെട്ട് കൊടുക്കണം. അപ്പൊ ഉപന്യാസത്തിനും മുഖപ്രസംഗത്തിനും തലക്കെട്ട് ആവശ്യമാണ്. 1 മാർക്കാണ് അതിന് നമുക്ക് ലഭിക്കുക. അപ്പൊ തലക്കെട്ട് മറന്നു പോകരുത്. കഥയിലെ തവള പറയുന്നത് പോലെ പ്രകൃതിയെ മുഴുവൻ നശിപ്പിച്ച് മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ആർക്കും മനസ്സിലാകാത്ത വികസന സങ്കല്പമാണ് നമ്മുടേത്. നാം അധിവസിക്കുന്ന ഭൂമി നമ്മുടേത് മാത്രമല്ലെന്നും സർവ്വജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നുമുള്ള സത്യത്തെ തിരിച്ചറിയാതെയുള്ള പാരിസ്ഥിതികമായ നിരവധി അസ്വാസ്ഥ്യങ്ങൾക്ക് കാരണമാകുന്ന മനുഷ്യന്റെ വികസന കടന്നുകയറ്റം പ്രകൃതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല. കൊടും ചൂടും വരൾച്ചയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുമൊക്കെയായി അതിന്റെ തിക്തഫലങ്ങൾ മനുഷ്യർ നന്നേ കുറെ അനുഭവിച്ചതാണല്ലോ. മനുഷ്യർക്ക് ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായതിൽ പ്രകൃതിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങളുടെ അവസ്ഥ അതിലും ഭയാനകമാണ്. വെള്ളത്തിലും കരയിലുമായി ജീവിക്കുന്ന 100 കണക്കിന് ജീവജാലങ്ങളും സസ്യങ്ങളും മനുഷ്യന്റെ ചെയ്തികളുടെ ഫലമായി വംശനാശത്തിന്റെ ഭീഷണിയാണ്. ഇങ്ങനെ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം അല്ലെ. മനുഷ്യൻ പ്രകൃതിക്ക് മേൽ ഏൽപ്പിക്കുന്ന ആഘാതം എങ്ങനെയാണ്, അല്ലെങ്കിൽ മനുഷ്യനും പ്രകൃതിയും ജീവജാലങ്ങളും ഒത്തിണങ്ങി ജീവിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്, ഇത്തരത്തിലൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടായിരിക്കണം നിങ്ങൾ പാഠഭാഗം ഇതേ വിഷയം തന്നെയാണ് അംബികാസുധൻ മാങ്ങാടിന്റെ 2 മത്സ്യങ്ങളിലും ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പാഠം വിശദീകരിക്കാം. അവസാനം നിങ്ങൾ എഴുതേണ്ടത് വികസനം അനിവാര്യമാണ്, പക്ഷേ അത് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാവരുത്. പ്രകൃതി എന്നത് ജീവവംശത്തിന്റെ അതിജീവന പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. ഒരർത്ഥത്തിൽ ജീവവംശത്തിന്റെ നിലനിൽപ്പിനായുള്ള സർവവും പ്രകൃതി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ വെള്ളം, വായു, മറ്റ് ജൈവ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ജൈവികമായ ഒരു ആവാസ വ്യവസ്ഥയിലാണ് ഈ പ്രകൃതിയും മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ പ്രകൃതിയെ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ നമുക്ക് പ്രകൃതിയെ ആവശ്യമുണ്ടെന്ന ബോധം നാം ഓരോരുത്തർക്കും ഉണ്ടാകണം. വികസനം മുരടിപ്പിക്കാത്ത പരിസ്ഥിതി സംരക്ഷണമാവണം നമ്മുടെ ലക്ഷ്യം. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഈ തിരിച്ചറിവിലൂടെ മുന്നേറുന്നതിനാകട്ടെ നമ്മുടെ ശ്രദ്ധ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങൾ എസ്സേ എഴുതേണ്ടത്. അപ്പോൾ എസ്സേക്ക്
നിങ്ങളുടെ 6 മാർക്കിന്റെ എസ്സേക്ക് തലക്കെട്ട് വേണം, അതുപോലെ തന്നെ 3 പാരഗ്രാഫ് ഉണ്ടായിരിക്കണം, അല്ലെ ഒരു ഉപസംഹാരം ഉണ്ടായിരിക്കണം. ഈ രീതിക്കായിരിക്കണം നിങ്ങൾ ഉപന്യാസവും മുഖപ്രസംഗവും എഴുതേണ്ടത്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് 2 മത്സ്യങ്ങൾ എന്ന കഥയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കാൻ നമ്മളോട് പറയും. അപ്പൊ പാഠഭാഗം എഴുതിയത് ആരാണ്, ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, കഥ എന്താണ്, ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്, ഈ രീതിക്കായിരിക്കണം ഈ 4 പോയിന്റ്സും അടങ്ങുന്നതായിരിക്കണം നിങ്ങളുടെ ഈ ഒരു കഥയ്ക്ക് കൊടുക്കേണ്ട ആസ്വാദനം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. കവ്വായി കായലിൽ നിന്ന് വേനൽ മഴയുടെ സമയത്ത് ശൂലാപ്പ് കാവിലേക്ക് യാത്ര ചെയ്ത് അവിടുത്തെ ശുദ്ധജലത്തിൽ മുട്ടയിടാൻ ഒരുങ്ങുന്ന അഴകൻ പൂവാലി എന്നീ നെടുഞ്ചൂരി മത്സ്യങ്ങളുടെ യാത്രയെ പാരിസ്ഥിതികമായ പശ്ചാത്തലത്തിൽ പങ്കുവെക്കുന്ന ഡോക്ടർ അംബികാസുധൻ മങ്ങാടിന്റെ 2 മത്സ്യങ്ങൾ എന്ന കഥ. ഓക്കെ, അതാണ് 2 മത്സ്യങ്ങൾ എന്ന കഥ. മനുഷ്യന്റെ പ്രകൃതിക്ക് മേലുള്ള കടന്നുകയറ്റം മൂലം ജീവിക്കാൻ പ്രയാസപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളുടെയും പ്രതിനിധികളായ 2 മത്സ്യങ്ങളുടെ യാത്രയിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. എന്നിട്ട് കഥ നിങ്ങൾ വിശദീകരിക്കുക. 2 മത്സ്യങ്ങളെ കൂടാതെ പുരാതനമായുള്ള തവള, കിളികൾ എന്നീ കഥാപാത്രങ്ങൾ കൂടി ഈ കാഴ്ചയ്ക്ക് കരുത്തേകുന്നു. കവ്വായി കായലിലെ ഉപ്പുവെള്ളത്തിൽ മുട്ടയിട്ടാൽ ചീഞ്ഞു പോകുമെന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്ന ജീവജാലങ്ങളാണ് നെടുഞ്ചൂരി മത്സ്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് മുട്ടയിടാനും കുഞ്ഞുങ്ങളെ പോറ്റി വളർത്താനും ശൂലാപ്പ് കാവിനകത്തെ ജലാശയത്തിലേക്ക് വേനൽ മഴ തുടങ്ങുമ്പോൾ കുന്നുകൾ ചാടിക്കയറി അവർ പോകുന്നത്. വേനൽ മഴ തുടങ്ങുമ്പോൾ ശൂലാപ്പ് കാവിലെത്തി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പോഴേക്കും കർക്കിടകത്തിലെ മാരിപ്പെയ്ത്ത് തുടങ്ങും. ആ വെള്ളപ്പാച്ചിലിൽ ശത്രുക്കളുടെ പിടിയിൽ അകപ്പെടാതെ അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി പുഴയിലും പിന്നെ കായലിലും എത്തിക്കാം എന്ന അഴകന്റെ വാക്കുകളിൽ പൂവാലിക്ക് ധൈര്യവും ആത്മവിശ്വാസവും പകരുന്നുണ്ടെങ്കിലും പെയ്യാതെ പോകുന്ന വേനൽ മഴ അവർ ഉത്കണ്ഠപ്പെടുന്നു. ഇങ്ങനെ കൃത്യമായിട്ട് ആ കഥ വിശദീകരിക്കണം. മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ആ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എഴുതി പഠിച്ചോളണം. നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് എന്തായാലും എന്താണ് എസ്സേ വരും. അതുകൊണ്ട് നല്ലൊരു ഇൻട്രൊഡക്ഷൻ പാഠഭാഗത്തിൻ്റെതായിട്ട് പഠിക്കുക, എന്നിട്ട് കഥ വിശദീകരിച്ചോളണം. അടുത്തൊരു ചോദ്യം ഇതിൽ നിന്ന് വരുന്നത് ഇതേ ചോദ്യം തന്നെയാണ്. മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ഒരു സങ്കല്പത്തെയാണോ വികസനം എന്ന് പറയുന്നത്? അപ്പൊ എന്തായാലും ഒരു എസ്സേ നമുക്ക് വരും. അപ്പൊ ആ എസ്സേക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് മക്കൾ എഴുതിയെടുത്തോളണം. ഓക്കെ, നമ്മൾ എങ്ങനെയായിരിക്കണം വികസനം ചെയ്യേണ്ടത്, അല്ലെ മറ്റു ജീവജാലങ്ങൾക്ക് നമ്മൾ കാരണം എന്തൊക്കെ വംശത്തിന് തന്നെ എന്താണ് നാശം സംഭവിക്കുന്നു, അപ്പൊ നമ്മൾ എങ്ങനെയുള്ള വികസനമാണ് കരുതേണ്ടത്, ഇതിനൊക്കെ കുറിച്ചിട്ട് എന്തായാലും എന്താണ് മനുഷ്യൻ പ്രകൃതിക്ക് ഏൽപ്പിക്കുന്ന ഒരു ആഘാതത്തെ കുറിച്ച്, അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്ക് അതുമൂലം ഉണ്ടാകുന്ന വംശനാശത്തെക്കുറിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള വികസനമായിരിക്കണം പിന്തുടരേണ്ടത്. ഈ രീതിക്കായിരിക്കും ഈ പാഠഭാഗത്തിൽ നിന്നും എസ്സേ ചോദിക്കുക. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന പാഠഭാഗത്ത് നിന്നായിരിക്കും. അതിൽ മനുഷ്യന്റെ ആർത്തിയെ തന്നെയായിരിക്കും ചോദ്യമായിട്ട് വരിക. അപ്പൊ അതിലൊന്നുള്ളത് മനുഷ്യൻ ഈ ഒരു ആശയം, അതായത് കുഞ്ചൻ നമ്പ്യാരുടെ ധ്രുവചരിതത്തിലെ അല്ലെ കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ആശയം ഇന്ന് എത്രത്തോളം പ്രസക്തമാണ്, ഇതിലേതെങ്കിലും വരി തന്നിട്ടായിരിക്കും നമ്മളോട് എസ്സേ ആയിട്ട് ചോദിക്കുക. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഇൻട്രൊഡക്ഷൻ പഠിക്കണം. ഈ പാഠഭാഗത്ത് നിന്ന് ഏത് എസ്സേ വന്നാലും എഴുതാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എൻ്റെ മക്കളെ കയ്യിലുണ്ടായിരിക്കണം. ബലിതം നിറഞ്ഞ പരിഹാസങ്ങൾ കൊണ്ട് സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിച്ച കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത് സാമൂഹിക പരിഷ്കരണമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ധ്രുവചരിതം തുള്ളലിൽ നിന്ന് എടുത്തതാണ് കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന പാഠഭാഗം. കാവ്യഭാഗത്ത് അവതരിപ്പിക്കുന്ന ആശയങ്ങൾ അന്നത്തെ പോലെ തന്നെ ഇന്നും പ്രസക്തമാണ്. വിവിധ മേഖലകളിൽ നടക്കുന്ന അഴിമതി, കൈക്കൂലി, ചതി, വഞ്ചന, കൊലപാതകം എന്നിവയെല്ലാം ഇന്നും കൂടി വരികയാണ്. പണം എന്ന ഒരൊറ്റ ചിന്ത മാത്രമായി കഴിയുന്നവർ, മാനുഷിക മൂല്യങ്ങൾക്ക് വലിയ വിലയൊന്നും കൽപ്പിക്കാത്ത അവസ്ഥ സമൂഹത്തിൽ കൂടി വരികയാണ്. ആർത്തിമൂത്ത് ഭ്രാന്തായ മനുഷ്യർ ഇന്ന് പ്രകൃതിക്ക് നേരെ നടത്തുന്ന കയ്യേറ്റങ്ങൾ പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്നതിന് സമമാണ്. മന്ത്രവാദത്തിന്റെ പേരിൽ സ്വർണവും പണവും തട്ടിയെടുക്കൽ, ഓൺലൈൻ ലോട്ടറികൾ, കള്ളനോട്ടടി, സ്വർണ്ണക്കടത്ത്, അവയവ കച്ചവടം, ഇതുപോലുള്ള പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഇന്ന് പെരുകി വരികയാണ്. ബന്ധുവെന്നോ സുഹൃത്തെന്നോ വേർതിരിവില്ലാതെ പണത്തിനു മുമ്പിൽ എല്ലാം അടിയറവ് വെക്കുന്ന സമൂഹത്തിന്റെ പോക്ക് കുഞ്ചൻ നമ്പ്യാരുടെ കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന കാവ്യഭാഗവുമായി ചേർന്ന് പോകുന്നതാണ്. സ്വന്തം താല്പര്യങ്ങൾ സാധിച്ചെടുക്കുന്നത് ഏത് തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും മടിയില്ലാത്തവരായി ആണും പെണ്ണും മാറുന്നു. സ്നേഹം, കരുണ, സഹാനുഭൂതി, സഹകരണം തുടങ്ങിയ മാനുഷിക മൂല്യങ്ങളെല്ലാം പണത്തിനു മുമ്പിൽ വറ്റി വരണ്ടു പോകുന്നു. തന്റെ കാലഘട്ടത്തിലെ തിന്മകൾക്കെതിരെ കവിത ചാട്ടവാറാക്കി ആഞ്ഞു വീശാനും സാമൂഹിക പരിഷ്കരണം സാധിച്ചെടുക്കാനും കുഞ്ചൻ നമ്പ്യാർക്ക് കഴിഞ്ഞു. വ്യക്തികളെ ധർമ്മചാരികളാക്കുക, സാംസ്കാരികമായി ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് തന്റെ രചനയിലൂടെ കുഞ്ചൻ നമ്പ്യാർ മുന്നോട്ട് വെച്ചത്. അതുപോലെ സമൂഹത്തിൽ കാണുന്ന കൊള്ളരുതായ്മകളെ വിമർശിക്കാനും അതുവഴി സാമൂഹിക പരിഷ്കരണം നേടിയെടുക്കാനും ഇന്നത്തെ തലമുറയും മുന്നിട്ടിറങ്ങണം. എല്ലാം പണം നടത്തുന്ന ഇന്ദ്രജാലമായി കാണാതെ പരസ്പര സ്നേഹത്തിൽ വളരുന്ന ഒരു സമൂഹമായി മാറാൻ നമുക്ക് കഴിയണം. അതുതന്നെയാണ് കുഞ്ചൻ നമ്പ്യാരുടെ ചിന്തകളുടെ ഇന്നത്തെ പ്രസക്തിയും എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു എസ്സേ ഇത് എഴുതിയിട്ടോ വായിച്ച് വീണ്ടും
വീണ്ടും ഒരു 5 തവണ വായിച്ചിട്ടോ ഒക്കെ എന്ത് ചെയ്യാം, പഠിച്ചോളുക. എന്തായാലും വരുന്ന ഒരു ചോദ്യമാണ്. ഇനി അടുത്തത് നമുക്ക് തേൻകനിയിൽ നിന്നാണ്. തേൻകനിയിൽ നിന്ന് ഭദ്രന്റെയോ വനഗായകന്റെയോ കഥാപാത്ര നിരൂപണം എന്തായാലും 6 മാർക്കിന് ചോദിക്കും. അതുകൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചോളണം. ചോദ്യം മസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് ആ കഥാപാത്രത്തിന്റെ പേര് എന്ത് ചെയ്യണം, തലക്കെട്ടായിട്ട് കൊടുക്കണം. 1 മാർക്ക് കിട്ടും. അതിനുശേഷം ഈ കഥയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ആരാണ് എഴുതിയത്, അല്ലെ എന്താണ് കഥ, ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് ഭദ്രനാണെങ്കിൽ ഭദ്രൻ, വനഗായകനാണെങ്കിൽ വനഗായകൻ. ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ പാഠം, എഴുത്തുകാരൻ എന്നിവയ്ക്ക് എന്ത് ചെയ്യും, 1 മാർക്ക് വീണ്ടും കിട്ടും. അതിനുശേഷം നമ്മൾ ഈ കഥാപാത്രത്തിന്റെ സവിശേഷത, കഥ പറയണം, അദ്ദേഹത്തിന്റെ സ്വഭാവം മനസ്സിലാകുന്ന സംഭാഷണങ്ങൾ, സന്ദർഭങ്ങൾ, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചായിരിക്കണം നിങ്ങൾ വിശദീകരിക്കേണ്ടത്. അപ്പൊ ഭദ്രനാണെങ്കിൽ ഭദ്രൻ എന്ന കഥാപാത്രത്തിന്റെ സവിശേഷത വേണം. പേടിയും ധൈര്യക്കുറവുമുള്ള കഥാപാത്രമാണ്. അപകടം സംഭവിച്ചപ്പോൾ ഭദ്രന്റെ ഉള്ളിൽ അലിവും കരുണയും പുറത്തു വരുന്നു. പേടി ഉണ്ടായിട്ടും ധൈര്യം സംഭരിച്ച് ഔഷധച്ചെടി തിരഞ്ഞു പോകുന്നു. കൂട്ടുകാർ ഇല്ലാതെ തിരിച്ചു പോകില്ലെന്ന് വാശി പിടിക്കുന്നു. നർമ്മരസം കലർത്തിയാണ് ഭദ്രനെ നാടകകൃത്ത് അവതരിപ്പിക്കുന്നത്. ഇത് നമുക്ക് ലൈവിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. അപ്പൊ അതുകൊണ്ടാണ് മിസ് ഇവിടെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ലൈവിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അപ്പൊ അതുപോലെ തന്നെ ഒരു കഥാപാത്ര നിരൂപണം നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ആ കഥാപാത്രത്തിന് കഥയിലുള്ള സ്ഥാനം വ്യക്തമാക്കണം. സവിശേഷതകളൊക്കെ തിരിച്ചറിയണം. കഥാപാത്രത്തിന് ഇന്നത്തെ സമൂഹത്തിലുള്ള പ്രസക്തി എന്താണ്, അതുപോലെ തന്നെ കഥാപാത്രത്തിന്റെ ജീവിത വീക്ഷണം എന്താണ്, സ്വഭാവ സവിശേഷതകൾ പറയണം, അവരുടെ അനുഭവങ്ങൾ, അല്ലെ അതുപോലെ തന്നെ കുട്ടികളുടെ പ്രശ്നങ്ങൾ, അതൊക്കെ ഈ ഒരു കഥാപാത്രത്തിലൂടെ വ്യക്തമാകുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വിശദീകരിച്ചോളണം. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കഥാപാത്ര നിരൂപണം എഴുതേണ്ടത്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യും, ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് 6 മാർക്കിന് ചോദ്യം വരിക എന്നതിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഒരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമുക്കൊരു ആസ്വാദനക്കുറിപ്പ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പരിസ്ഥിതിയുമായിട്ട്, മനുഷ്യൻ പരിസ്ഥിതിക്ക് മേൽ ആഘാതം ഏൽപ്പിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ എന്താണ് പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നതിനെ കുറിച്ച് ഒരു എസ്സേ വരാം. അതുപോലെ തന്നെ മനുഷ്യന്റെ ആർത്തിയെ കുറിച്ചിട്ട് എന്താണ് ഒരു എസ്സേ വരാം. പിന്നെ അതുപോലെ തന്നെ കഥാപാത്ര നിരൂപണം. അപ്പോൾ ഇത്രയായിരിക്കും നമുക്ക് 6 മാർക്കിന് വരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് പഠിച്ചോളാം. നമുക്ക് ഫുൾ മാർക്ക് തന്നെ നേടാം. ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും വീഡിയോ നമ്മൾ കോണ്ടന്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ കാണണം. അപ്പോൾ ഈ ഒരു എക്സാമും നമ്മൾ തകർത്തെഴുതും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഗായ്സ്.